ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിരിക്കുന്ന ഈ ഫ്രൂട്ടാണ് അർസാബോയ്. കണ്ടാൽ ആർക്കും ഒന്ന് കഴിക്കാൻ തോന്നും. അതേ കണക്കുള്ള ഷേപ്പും നല്ല മനോഹരമായ നിറമാണ് ഇതിനുള്ളത്. എന്നാൽ സത്യം തന്നാൽ ഇത് കഴിക്കാൻ പറ്റില്ല. കാര്യം അപാര പുളിയുള്ളൊരു ഫ്രൂട്ടാണ് അർസാബോയുടേത്. ഇത് എവിടെ ഫ്രൂട്ട് പിടിച്ച് കിടക്കുന്ന അതിൻ്റെ ചുട്ടി നോക്കിയാൽ കാണാം, നിറച്ച് തല പൊഴിഞ്ഞ് കിടക്കും. ആർക്കും വേണ്ടാത്തൊരു ഫ്രൂട്ടാണ്. ഇതേ കണക്ക് ആണ് അതിൻ്റെ ഫ്രൂട്ട് പഴുക്കുമ്പോൾ ഇരിക്കുന്നത്. ഇത് ആദ്യം പിടിക്കും പച്ചക്കള്ളി. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് നിൽക്കും, വലിയ മരമായിട്ടൊന്നും പോവില്ല, നിറച്ചിത് കായ്ക്കും. കട്ട് ചെയ്ത് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇത് ഭയങ്കര പുളിപ്പാണ്, ഒട്ടും തന്നെ നമുക്ക് വായി വെക്കാൻ പറ്റില്ല, അത്രയും പുളിപ്പാണ് ഇതിനുള്ളത്. ഇത് പഞ്ചസാരയായിട്ട് ജ്യൂസ് അടിക്കാൻ നല്ല ഫ്ലേവറാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. അതിന് മാത്രമേ ഇത് കൊള്ളാവൂ. പക്ഷേ ഇത് കാണാൻ അതിമനോഹരമായൊരു ഫ്രൂട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗാർഡൻ ചെടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ വെക്കാം. എൻ്റെ ഇലകൾക്കും ഒക്കെ നല്ല പച്ചപ്പുമാണ്, അതിന് കുറ്റിച്ചെടിയിൽ നിൽക്കും. മാത്രമല്ല ഫ്രൂട്ട് പിടിച്ച് കിടക്കുന്നതാണ് അതിമനോഹരമായ കാഴ്ചയാണ്. പച്ചയും അതിനൊക്കെ പഴുത്തതും ഈ ഒരു മനോഹരമായ ഒരു കളറിലോട്ടാണ് അത് മാറുന്നത്. ആ ഒരു ഫ്രൂട്ടിൽ നിന്ന് തന്നെ ഇത് കണക്ക് 6 വിത്താണ് അതിൽ നിന്ന് കിട്ടിയത്. അതായത് ആ ഫ്രൂട്ടിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഭാഗം വിത്ത് തന്നെയാണ്. കഴിക്കാനായിട്ട് അതിൽ തന്നെ ഒട്ടും തന്നെ ഫ്ലഷ് കിട്ടില്ല, അതായത് ജ്യൂസ് അടിക്കാൻ. അപ്പം ഇതിൻ്റെ ചെടിയൊന്നും പൈസ കൊടുത്തൊന്നും ആരും മേടിച്ച് വെക്കരുത്. ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങളുടെ വേണമെങ്കിൽ ഗാർഡന് മനോഹരമാക്കാൻ വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ വിത്തൊക്കെ കിട്ടുമെങ്കിൽ നട്ടുപിടിപ്പിക്കുക. അല്ലാതെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് ഇത് ഒരിക്കലും നടാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.